അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ തന്നെ മറ്റൊരു അടുത്ത സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന്. നമ്മൾ ഓരോ ദിവസവും എണീക്കുന്നത് വെറുതെ ആയി തുടങ്ങിയാൽ നമുക്ക് ജീവിതം നിരാശയിലേക്ക് പോകും. അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം, മനസ്സറിഞ്ഞുള്ള സന്തോഷത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവിത ലക്ഷ്യം എന്ന്. ഒന്നാമതായിട്ട് അള്ളാഹുവിനെ പ്രസന്നനാക്കുക, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. അതിലൂടെയാണ് നമുക്ക് ഈ ലോകത്തും ആഖിറത്തിലും വിജയം നേടാൻ സാധിക്കാം ഇൻഷാ അള്ളാഹ്. അപ്പം അതിനെന്ത് വേണം? നമ്മൾ ഓരോ ദിവസവും എണീക്കുന്ന സമയത്തും ചിന്തിക്കാം, ഞാൻ ഇന്ന് അള്ളാഹുവിന്റെ അടിമയായിട്ട്, ഏറ്റവും നല്ല അടിമയായിട്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം. അത് അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം, ദുആ, ദിക്റുകള്, ഇതെല്ലാം നമ്മളെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം ഇൻഷാ അള്ളാഹ്. അതേപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ മാത്രമല്ല, നല്ല അടിമയായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നല്ല സ്വഭാവം, നീതിയോടെ സത്യസന്ധതയോടെ ജീവിക്കുക, എല്ലാവരോടും കരുണ കാണിക്കുക, ഇതെല്ലാം ഇബാദത്താണ്. അപ്പം നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മൾ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളെ ഒന്നാമത്തെ ഇബാദത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുക, തസ്കിയ അല്ലെ. നമ്മളെ മനസ്സിൽ കോപം, അസൂയ, അഹങ്കാരം, ദേഷ്യം, വിഷമം, സങ്കടങ്ങള്, നിരാശ, ഞാൻ പോരാന്നുള്ള തോന്നൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ ഹൃദയം വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അതേപോലെ തന്നെ ക്ഷമ പഠിക്കാം. നമ്മൾ എപ്പോഴും നന്ദി പറയാൻ പഠിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. നമ്മളെ വിശ്വാസം കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റാം. നമ്മളെ മനസ്സ് എപ്പോഴും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഈ രീതിയിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിനെ അശുദ്ധമാക്കുന്ന ഒരു കാര്യവും മനസ്സിലേക്ക് കയറ്റാതിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് കുടുംബത്തിൽ ഉത്തരവാദിത്തം അല്ലെ. നമ്മൾ മകളാവാം, ഭാര്യയാവാം, ഉമ്മാവാം, സഹോദരിയാവാം. അപ്പൊ അവർക്കൊക്കെയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ അടുത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ അവകാശങ്ങളാണ് അവർക്ക് കിട്ടാനുള്ളത്, നമ്മൾക്ക് ഒരു കുടുംബത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങാം. ഓക്കെ, ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങളും വിഭിന്നമായിരിക്കും. എല്ലാ ഒരു വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആ ഒരു വീട്ടിലെ ഉമ്മക്ക് മാത്രമാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം അവിടെ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് അല്ലേ. എല്ലാവർക്കും വീതിച്ചെടുക്കണം. അപ്പം നമ്മളെ മെയിൻ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ആ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കാം. അത് നമ്മളെ സ്നേഹിക്കലാവാം, സ്നേഹ പ്രകടനങ്ങളാവാം. അതേപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നുണ്ടോ, അതേപോലെ നമ്മൾ ദുനിയാവും ആഖിറും ബാലൻസ് ചെയ്തിട്ടാണോ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കുടുംബത്തിലെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലതും ഏറ്റെടുത്തിട്ട് മറ്റുള്ളവരൊക്കെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ എല്ലതും മറ്റുള്ളവർക്ക് അടിച്ചമർത്താൻ വേണ്ടി നിന്ന് കൊടുക്കുക, ഇത് രണ്ടുമല്ല നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ മനസ്സമാധാനം, സന്തോഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ അഭിമാനം കാത്തുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങളാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. അടുത്തതായിട്ട് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ആത്മാവിനും ബുദ്ധിക്കും വളർച്ച അല്ലെ. ആത്മാവിന്റെ വളർച്ച എങ്ങനെയാണ്? ഇസ്ലാം പഠിക്കുന്നതിലൂടെ, ദീന് പഠിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കാൻ കൂടുതൽ കൂടുതൽ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങി. ഇതൊക്കെയാണ് ആത്മാവിന്റെ വളർച്ച. അതേപോലെ ബുദ്ധിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ ചിന്തിക്കുക. ഇത് ദീന് പഠിക്കലാവാം, അതിന്റെ കൂടെ തന്നെ ദുനിയാവിയായ കഴിവുകളും പഠിച്ചെടുക്കുക.
കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തം വഫിൽ ആഖിറതി ഹസനത്തം വഖിന അദാബന്നാർ അല്ലേ? അള്ളാഹുവെ എനിക്ക് ദുനിയാവിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം, അതേപോലെ തന്നെ ആഖിറത്തിലും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം, ഇതുപോലെ തന്നെ എന്നെ നരകത്തിൽ ഇടാതെ ഇരിക്കുന്ന കാര്യം, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളോട് ഇഹലോകത്തും എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തരുന്ന ഞാമത്തുകളെല്ലാം നമുക്ക് അനുഭവിക്കാം. അപ്പം ദുനിയാവിലെ ആവശ്യമുള്ള കഴിവുകളും ആർജിച്ചെടുക്കുക, അതേപോലെ തന്നെ ആഖിറത്തിലേക്ക് ദീനിന് പഠിക്കേണ്ട കാര്യങ്ങളും പഠിച്ചെടുക്കുക. ഒരു അറിവുള്ള സ്ത്രീ എന്ന് പറയുമ്പോഴാണ് അതൊരു ശക്തമായ സ്ത്രീ ആവുന്നത്. അറിവുള്ള സ്ത്രീയുടെ മനസ്സിലാണ് കൂടുതൽ കൂടുതൽ പഠിക്കണമെന്നും മറ്റു ചിന്തകളെ ഒഴിവായി പോവുകയും ചെയ്യാം. നമുക്ക് ഒരു അറിവുമില്ല, അറിവ് തേടാൻ താല്പര്യമില്ല വെച്ചാല് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഷെയ്ത്താന്റെ കോട്ടയായി മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു ലക്ഷ്യമാണ്, അഞ്ചാമത്തെ ലക്ഷ്യമാണ് നല്ല സ്വഭാവത്തിന്റെ മാതൃകയാവാം. നല്ല വാക്ക്, നല്ല പെരുമാറ്റം, നല്ല തീരുമാനം, ഇങ്ങനെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക. അതേപോലെ തന്നെ അവരില്ലാത്ത സമയത്തും നമ്മളെ മനസ്സിന് അവരെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുക. ഇതാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓക്കെ നമ്മളെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് പിന്നെ അവര് പോയി കഴിഞ്ഞാൽ ഓ അത് അവര് മുഴുവൻ തിന്നു അല്ലെങ്കിൽ അവർ അത് മുഴുവൻ കൊണ്ടുപോയി വന്ന് കയറിയാൽ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഓ ഇനി എന്നാ വരാന്നാവും, പോയി കിട്ടി സന്തോഷം, ഈ രീതിയിലാവരുത്. നമ്മളെ അവരുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ പെരുമാറുക, ഒരുപോലെ നമ്മുടെ മനസ്സിൽ അവരെ പറ്റി കാത്തു സൂക്ഷിക്കുക. അത് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരാണെന്ന് വെച്ചാൽ നിശ്ചിത അകലം പാലിക്കുക. നമ്മൾ നോ പറയാൻ പഠിക്കുക. ഇല്ല അതിനെ കൊണ്ട് കഴിയൂല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല, എനിക്കിപ്പോ വയ്യ. ഇത് നമ്മളെ സന്തോഷത്തോടു കൂടി തന്നെ പറയാം. അതിലൊരു കുറ്റബോധം വേണ്ട. നമ്മൾ നോ പറയാൻ യേസ് പറയാൻ പഠിച്ചവരായിരിക്കും എല്ലാരും. ഓ ഓ ചെയ്യാം, ഓ ആയിക്കോട്ടെ, ഓ നോക്കാം. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ നോ പറയാനും പഠിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ നമ്മുടെ തീരുമാനത്തിലൊക്കെ ഒരു നല്ല സ്വഭാവം എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ നമ്മളോടും നമ്മുടെ മനസ്സിനോടും ശരീരത്തിനോടും നമ്മളെ ഉം, നീതി പാലിക്കേണ്ടതുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവര് നല്ല സ്വഭാവത്തിൽ നല്ലവരാണെന്നാണ്, അല്ലെ? സ്വഭാവത്തിൽ നല്ലവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്യം വെക്കും ഇൻഷാ അള്ളാ. ആറാമത്തെ കാര്യം പരീക്ഷണങ്ങളെ വിശ്വാസത്തോടെ നേരിടുക. അത് നമ്മുടെ വേദനകളാവാം, നഷ്ടങ്ങളാവാം, വിമർശനങ്ങളാവാം. നമുക്ക് നമുക്ക് ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ടായിരിക്കും. അതൊക്കെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മള് നേരിടാം. അതേപോലെ തന്നെ നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതും നമ്മളെ ഉം, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണാണെന്നും അതുപോലെ തന്നെ അത് ആ ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് അള്ളാഹുവിനോട് പറയും അല്ലേ, അള്ളാഹുവെ എനിക്ക് നഷ്ടം പറ്റിയാണ് എന്നുള്ളത്. അപ്പം അതും ചിന്തിക്കാം. അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആ ഒരു കാര്യം അള്ളാഹുവിലേക്ക് അടുക്കാനും അതൊരു കാരണമായിട്ടുണ്ടാവും. അപ്പം അത് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമ്പോഴും നമുക്ക് ആ വേദന ആരോടാ പോയി പറയാനുള്ള, അള്ളാഹുവിനോട്. അപ്പൊ അത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കാരണമാവും. അതേപോലെ തന്നെ ഈ വേദനകളും നഷ്ടങ്ങൾക്കും വിഷമത്തിനൊക്കെയും അള്ളാഹു പ്രതിഫലം എഴുതുന്നുണ്ട്, നമ്മളെ തെറ്റുകൾ മായ്ക്കപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ രീതിയിൽ നോക്കി കണ്ടിട്ട് അത് നമുക്ക് വരുന്ന രോഗങ്ങളാണെങ്കിൽ പോലും ശരീരത്തിലെ വേദനകളാണെങ്കിൽ പോലും ആ വേദനകളെല്ലാം നമ്മൾ വിശ്വാസത്തോടെ നേരിടുക. ഓക്കെ എനിക്ക് ഈ വേദന വന്നത് അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അതിലൂടെ അള്ളാഹുവിന്റെ തെറ്റുകളൊക്കെ മായ്ച്ചുകൊണ്ട് പിന്നെ കൂടുതൽ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ആ ഒരു വിശ്വാസത്തോട് കൂടി നേരിടുക. അല്ലെ? സബറ്, ക്ഷമ, അതേപോലെ അള്ളാഹുല് നമ്മളെ ക്ഷമിക്കുക, അള്ളാഹുല് തവക്കല് ചെയ്യുക, ദുആ ചെയ്യുക. പൂർണ്ണമായും നമ്മളെ എവിടെയൊക്കെ നമ്മളെ ചികിത്സിക്കണ്ട എന്ന് പറയുന്നില്ല, അതേപോലെ നമ്മളോട് പ്രവർത്തിക്കണ്ട എന്ന് പറയുന്നില്ല. നമ്മളോട് പ്രവർത്തിക്കാനും പറയുന്നുണ്ട്, കൂടെ അള്ളാഹുല് തവക്കൽ ചെയ്ത് ആ ദുആയിൽ അള്ളാഹുവായിട്ട് ദുആ ചെയ്ത് ജീവിക്കാം. ഇതെല്ലാം ആവണം നമ്മുടെ ഓരോ ദിവസത്തെയും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഒരു മുസ്ലിം സ്ത്രീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നു. ഇതാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മളെ ഉത്തരവാദിത്തങ്ങള്
എല്ലാം നടത്തണം എന്നുള്ള ലക്ഷ്യം നമ്മൾ ഓരോ ദിവസവും. ഇത് കൂടാതെ ഈ ഇന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടെന്നാണ്. അതേപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളെ ലൈഫ് ഗോൾ എന്താണെന്നുള്ളത്, അല്ലെ? നമ്മൾ ആഖിറത്തിലേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? മാറ്റം വരുന്നാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതെന്തൊക്കെയാണെന്നൊന്ന് എഴുതി വെക്കുക. ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കുക, കൂടെ അതൊന്ന് എഴുതി വെക്കുക. എന്താണ് എന്താണ് എനിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം? ഒരു 2 വർഷത്തിന് ശേഷം എന്നെ എങ്ങനെ കാണാനാണ് ആഗ്രഹം? അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതിലേക്ക് എത്താൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്താൻ കഴിയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയിട്ടാവും. ഇങ്ങനെ പല രീതിയിലായിരിക്കും. ആ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ആ വഴികൾ ഇപ്പൊ 2 വർഷത്തേക്കുള്ള വഴികളാണ് വെച്ചാല് അതിന് പിന്നീട് നമ്മൾ ചെയ്യുന്ന അതിന് ലക്ഷ്യം എന്നാ പറയാം, മിഷൻ. അതെങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളത് വരുമ്പോ, എങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാം എന്നുള്ളത് വരുമ്പം നമുക്കത് വിഷൻ എന്ന് പറയും, ദൗത്യം. നമ്മൾ 2 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ അത് കുറച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു 3 മാസം കൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഓരോ മാസവും ഇങ്ങനെ ഇങ്ങനെ, ഇതാണ് നമ്മളെ ഗോൾസ് എന്ന് പറയുന്നത്. ഞാൻ ഗോൾസിലേക്ക് നമുക്ക് ഓരോ ദിവസവും പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു മാസം കൊണ്ട് ഈ രീതിയിലേക്ക് എത്തണം, എന്നാലാണ് 2 വർഷം കൊണ്ട് ഞാൻ ആ രീതിയിലേക്ക് എത്തുക. അപ്പം ഈ ഒരു മാസം ഓരോ ദിവസവും ഇന്ന രീതിയിൽ ജീവിക്കണം, ഇതാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ലൈഫ് 2 വർഷത്തിന് ശേഷം എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ കഴിയുക. അതിന്റെ കൂടെ തന്നെ അള്ളാഹുവിലേക്ക് ഉള്ളത് കുറയ്ക്കണം എന്നല്ല പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയോണ്ട് തന്നെ അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കാന്നുള്ള ആ കാര്യം, അതുപോലെ തന്നെ ഇഹലോകത്ത് എങ്ങനെ വിജയിക്കാന്നുള്ള കാര്യം, രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലെ? ഇഹലോകവും പരലോകവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പം ഈ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാല്, ഞാൻ ഈ 2 വർഷം കൊണ്ട് ഹിഫ്ള് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഖുറാൻ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ആദ്യം നോക്കണ്ടേ എനിക്ക് അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഒരു മാസം കൊണ്ട് ഇത്ര പഠിച്ചാൽ ഒരു വർഷം കൊണ്ട് ഇത്ര കംപ്ലീറ്റ് ആവും, 2 വർഷം കൊണ്ട് ഇത്ര കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ടീച്ചർ ആവാൻ പറ്റുമോ? ഇല്ല. സർട്ടിഫിക്കറ്റ് വേണോ? എവിടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുക? ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് തുടങ്ങുക. നമ്മളെല്ലാവരുടെയും, ഓരോ സ്ത്രീകളുടെയും ലൈഫിൽ നമുക്ക് ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ആയിഷ ബീവി ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ്, അല്ലെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ ഖദീജ ബീവി നല്ലൊരു ബിസിനസ് വുമൺ ആയിരുന്നു, ബിസിനസ് ചെയ്തിരുന്ന ആളാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ കൂടെ ജീവിച്ചിരുന്ന സഹാബാക്കളുടെ ഭാര്യമാരിൽ പലരും പല രീതിയിലും പണം സമ്പാദിച്ചിരുന്നു അവരെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അവരെ കുടുംബത്തെ ഈ സ്ത്രീകളായിരുന്നു കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ ഒരു ഉദാഹരണമാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീകളാണ് കൂടുതലും സ്ത്രീകളാണ് നരകത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നരകത്തിൽ കണ്ടതെന്ന് അപ്പം അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ മാക്സിമം സദഖ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ സമയത്ത് പേടിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് ഒരു സ്വഹാബ സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാല് പിന്നെ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവാറില്ല, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണോ അതോ സദഖ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, നീ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ നിനക്ക് 2 പ്രതിഫലമാണ് കിട്ടുന്നത്, ഒന്ന് കുടുംബത്തെ നോക്കിയ പ്രതിഫലവും ഒന്ന് സദഖ ചെയ്ത പ്രതിഫലവും. അപ്പൊ അതിന്ന് മനസ്സിലാക്കുന്ന എന്താണ്, അന്നും സഹാബ സ്ത്രീകളെ പൈസ ഏൺ ചെയ്തിട്ടുണ്ട്, അല്ലെ? അതേപോലെ നമുക്കതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ നമ്മളെ ഇസ്ലാമില് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നമ്മള് ഹലാലായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും പലരും വഴി മാറി പോവാറുള്ളത്. അപ്പം അതില്ലാതെ 100% ഹലാലായ രീതിയിൽ
കാരണം എപ്പോ വേണേലും മരിക്കാം. എപ്പോ വേണേലും മരിക്കുന്ന സമയത്ത് ആ ഒരു എക്സാമിലും നമ്മൾ ജയിക്കണം, ആഖിറത്തിലേക്കുള്ള എക്സാമിലും ജയിക്കണം. കൂടെ മരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത 2 വർഷം കൊണ്ട് ഇന്ന രീതിയിൽ എത്തണം, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഇന്ന രീതിയിൽ എത്തണം. ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാം. ഇൻഷാ അല്ലാ. ഓർക്കുക, ഇസ്ലാം ഒരിക്കലും സ്ത്രീയെ ചെറുതാക്കി കാണിക്കുന്നില്ല. ഇസ്ലാം സ്ത്രീക്ക് ഒരു മാനവും അഭിമാനവും ലക്ഷ്യം ദൗത്യം ഇതൊക്കെ നൽകുന്നുണ്ട്. നീ ആരുടെ മകളോ ഭാര്യയോ അമ്മയോ ആരോ ആയിക്കോട്ടെ, പക്ഷെ ആദ്യം അള്ളാന്റെ അടിമയാണ്. അപ്പം അള്ളാഹുവിനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും. ഇഹലോകത്തും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ അർഹരാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിലേക്കും മുന്നേറാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നിങ്ങൾക്ക് ലൈഫിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്ന, കുറച്ചും കൂടി ഇസ്ലാമികമായിട്ട് കൂടുതൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, ഞങ്ങൾ നടത്തുന്ന ഖുർആൻ കോഴ്സിലേക്ക് നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ ഖുർആൻ ഹിഫ്ള്, തഫ്സീർ, തർജമ, എങ്ങനെ നല്ല മുസ്ലിമയാവാം, ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. അതിൽ തന്നെ നിർബന്ധ പഠനമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ കഴിയുന്ന ആ രീതിയിൽ, അതേപോലെ തന്നെ നിർബന്ധ സർട്ടിഫിക്കറ്റ് ഇല്ല, എക്സാമും ഇല്ല, പരീക്ഷയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താന്ന് വെച്ചാല് നിങ്ങളെ മനസ്സിന് സമാധാനവും ആശ്വാസവും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ദുഃഖവും പേടിയും, നാളെ പറ്റിയുള്ള പേടി, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങള്, അതേപോലെ ഓവറായിട്ട് ആലോചിച്ചു കൂട്ടുന്നത്, ഇതെല്ലാം മാറാൻ മാറ്റിയെടുക്കാൻ കഴിയും. ഖുർആനുമായി ഹൃദയബന്ധം വളരും, അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കും, ഒരു സെൽഫ് വാല്യൂ, ഞാൻ സ്വയം ഓക്കെ ആണ് എന്നുള്ള ആ ഒരു ബോധം ശക്തമാവും. അതുപോലെ നമ്മുടെ ക്ഷമയും സഹിക്കാനുള്ള കഴിവും ഒക്കെയും വളർത്തിയെടുക്കാൻ കഴിയും. ജീവിതത്തിലെ വ്യക്തതയും ദിശയും ലഭിക്കുന്നുണ്ട്. ദുആ, ദിക്റ്, മുനാജാത്ത് എന്നിവയിൽ മധുരം അനുഭവിക്കാൻ കഴിയും. അതിലൂടെ അള്ളാഹുവായിട്ട് സംസാരിക്കാൻ കഴിയും. ന്യൂസർക്ക് ഖുർആന് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം, ദുഃഖം, ഒറ്റപ്പെടൽ, ആത്മവിശ്വാസക്കുറവ്, ഈമാനിലെ തളർച്ച, ഖുർആൻ പഠിക്കാനുള്ള ഭയം, ജീവിതത്തിൽ അർത്ഥമില്ലെന്ന് തോന്നല്, സ്ത്രീയായുള്ള ആശയക്കുഴപ്പം, കുറ്റബോധം, ഇതെല്ലാം സുഖപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതൊരു ക്ലാസ് എന്നതിലുപരി ഹൃദയം സുഖപ്പെടുത്തുന്ന ഒരു യാത്ര എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആത്മാവിനെ ഉണർത്തുന്ന ഒരു കൂട്ടായ്മയായിട്ട്, അള്ളാഹുവിലേക്കുള്ള മടങ്ങി വരവിന് ഒരു വഴിയായിട്ട്, സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഈ കോഴ്സിലേക്ക് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും, ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഫീസ് മാസം 300 രൂപ മാത്രമാണ് വരുന്നത്. ഇൻഷാ അല്ലാ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. നൂർ സർക്കിൾ ഖുർആന് നമ്മുടെ ഹൃദയം തിളങ്ങുന്ന ഒരു ഇടമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മളെല്ലാവരെയും ആ രീതിയിലേക്ക് മാറ്റിയെടുക്കട്ടെ. നമ്മുടെ ഹൃദയം തിളങ്ങിക്കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കയറാനും ആ ഒരു തിളങ്ങുന്ന ഹൃദയത്തോടെ അള്ളാഹുവിനെ നേരിൽ കാണാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.